വിപിൻ ദാസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ് എന്നിവർ ഒന്നിച്ച ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. ഒരു കല്യാണവും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ചിത്രത്തിൽ പറഞ്ഞത്. സിനിമയുടെ ക്ലൈമാക്സിൽ കാമിയോ എന്നോണം അരവിന്ദ് ആകാശം എത്തിയിരുന്നു. നന്ദനം സിനിമയുടെ റെഫറൻസായാണ് താരത്തിനെ ഗുരുവായൂരമ്പല നടയിൽ കൊണ്ടുവന്നത്. അദ്ദേഹം സിനിമയുടെ ലൊക്കേഷനിലേക്ക് വന്നതിനെക്കുറിച്ച് പറയുകയാണ് സംവിധായകൻ വിപിൻ ദാസ്. സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ നന്ദനം സിനിമ എന്തായാലും ഓർമ്മ വരുമല്ലോ. രാജു അല്ലായിരുന്നു ഈ സിനിമയിൽ ഹീറോയെങ്കിൽ നന്ദനം റെഫറൻസ് എഫക്റ്റ് ആവില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജു ഉള്ളതുകൊണ്ടാണ് അതിനിത്രയും ഇമ്പാക്റ്റ് കിട്ടിയത്. പിന്നെ അത് ഗ്രാജുവലി വന്നതാണ്, അല്ലാതെ നന്ദനം മാത്രം ഫോക്കസ് ചെയ്തതായിരുന്നില്ല ക്ലൈമാക്സിലേക്ക് പോയത്. ബാലാമണിയെ കാണിക്കാൻ തോന്നിയിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. കാരണം അരവിന്ദിനെ കൊണ്ടുവരാമെന്ന് പോലും അവസാന നിമിഷമാണ് തോന്നുന്നത്. ഷൂട്ടിൻ്റെ ഇടയിൽ പെട്ടെന്ന് അരവിന്ദിനെ കൊണ്ടുവന്നാലോ എന്ന് തോന്നുകയായിരുന്നു. അങ്ങനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് വന്നാണ് അദ്ദേഹം ആ റോൾ ചെയ്തത്. സെറ്റിൽ നിന്നുള്ള ഒരു വീഡിയോയുണ്ട്. അദ്ദേഹം ആദ്യമായി സെറ്റിലേക്ക് വരുന്നതും ഗുരുവായൂർ അമ്പലം കാണുന്നതുമാണ് ആ വീഡിയോ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 1000 പേർ കൈയടിച്ചു. ഞങ്ങൾ അതേ സമയം ബാക്ക്ഗ്രൗണ്ടിൽ നന്ദനത്തിലെ ജഗന്നു ജഗന്നുദ പാട്ട് വെച്ചു. അത് വലിയ ഇമ്പാക്റ്റ് ആയിരുന്നു നൽകിയത്. ഇതൊക്കെ കണ്ടതും അദ്ദേഹം കരഞ്ഞു. നന്ദനം ഇറങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളായി, എന്നിട്ടും അദ്ദേഹം വന്നപ്പോൾ വലിയ കയ്യടിയാണ് കിട്ടിയത്. അതുകൊണ്ടാകും അദ്ദേഹം അത്രയും ഇമോഷണൽ ആയത്. അങ്ങനെ ഒരു വരവേൽപ്പ് ആ സെറ്റിൽ ആർക്കും ലഭിച്ചിരുന്നില്ല. 1000-ൽ അധികം വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ആർപ്പ് വിളിച്ചാണ് കൈയടിച്ചത്, വിപിൻ ദാസ് പറഞ്ഞു.